السلام عليكم يا زملائي. ماذا رأيتم في الشاشة؟ ماذا എന്താ ചിത്രത്തിൽ കണ്ടത്? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? മൻ മൻ ഫി സൂറ മൻ ഫി ഹാദൽ മശ്ഹദ്. ആരൊക്കെയാ ഉള്ളത്? പറയുന്നുണ്ട്. ആരുണ്ട്? അത്ഫാൽ, ഔലാദ്, അല്ലേ? കുറേ കുഞ്ഞുമക്കളുണ്ട്. ഐനൽ ഔലാദു ഐനൽ അത്ഫാലു. കുട്ടികളൊക്കെ എവിടെയാ ഉള്ളത്? പറഞ്ഞു. ഹൗല. നമ്മള് ഹൗല് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അത് ഓർമ്മയുണ്ടല്ലോ. ഹൗലൽ ജദ് എന്നുള്ളടത്ത് ഹൗല്. അപ്പൊ ആ ഹൗല് വെച്ചിട്ട് തന്നെ പറയാ. ഹൗല താവില, ഹൗലൽ മാഇദ. മാഇദ എന്ന് പറയാ തീന്മേശ. അതില് ഒരു വലതുൻ സഗീർ എന്താ ചെയ്യുന്നേ? മാതാ യബ്കി. വലതുൻ സഗീർ യബ്കി, തിഫ്ലുൻ യബ്കി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്തിനായിരിക്കും ആ കുട്ടി കരയുന്നത്? നിങ്ങൾ ചിന്തിച്ചോ? യബ്കി ലിമ ലിമ യബ്കി ഹദ തുഫിൽ. ആ തുഫിൽ എന്തിനായിരിക്കും കരഞ്ഞത്? പറഞ്ഞു നോക്കിയേ. ആ ചിത്രം മാത്രമായിട്ടൊന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്താ പറ്റിയത്? അതിൽ ഒന്ന് രണ്ട് ആൾക്കാർ എവിടെയുണ്ട്? അലത്തോവില. എവിടെ ഉള്ളത്? അലത്തോവില. അലത്തോവില എന്ന് പറഞ്ഞാൽ എന്താ? മേശന്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. വേറെ ഒരാളൊക്കെ ഉണ്ടോ? അയാൾ എവിടെയുള്ളത്? കുർസിയിൽ ഇരിക്കല്ലേ. പിന്നെ കുർസിയിൽ നിന്നും ഇങ്ങനെ ചാടാൻ ശ്രമിക്കുന്ന പോലെ. അപ്പോ ഈ കരയുന്ന കുട്ടിക്ക് എന്താ പറ്റിയത്? സത്യത്തില് അവന് കിട്ടിയില്ല, അവന് സീറ്റ് കിട്ടിയില്ല, അവന് ഭക്ഷണം കിട്ടിയില്ല, ഇല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് വേണം? തഴാമിന്റെ സമയത്ത് അദബ് വേണം, അല്ലെ? ഒരു ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? അദബ്. അപ്പൊ ഭക്ഷണത്തിന് നമുക്ക് കുറെ ആദാബുകൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ ഈ ചിത്രത്തിൽ ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ട് പറയണം. ലിമ യബ്കി ഹാദ തുഫിലു മാദാ യഫ്അലുൽ ആഖറൂൻ മൻ ഫിസ് സൂറ മൻ ഫിൽ മശ്ഹദ് മാദാ യഫ്അലൂൻ. അവരെന്താ ചെയ്യുന്നത്? എന്തിനാ കൂടി ലിമ, എന്തിനാ ഒരുത്തൻ കരയുന്നത്? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പറയണം അവിടെ എന്താ പറ്റിയതെന്ന് പറയണം, അല്ലേ? ഇസ്തഅജല. ചില ആൾക്കാർ തിരക്കുകൂട്ടി. അങ്ങനെ തിരക്കൂട്ടലുണ്ടോ നിങ്ങള്? ഇല്ല. താമുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് രോഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയല്ലേ ഇന്ന്, അല്ലേ? അമ്രാദ്, പലതരം രോഗങ്ങൾ. ഇപ്പോഴത്തെ രോഗം നിങ്ങൾക്കറിയാലോ, കോവിഡ് എന്നൊക്കെ, അല്ലേ? എല്ലാ രോഗങ്ങളും ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ്? തഴാമുമായി. തഴാമ് നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ രോഗങ്ങളും. നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല സിഹത്ത് ഉണ്ടാകും. എന്തുണ്ടാവില്ല? ഒന്ന് ശ്രദ്ധിക്കണേ. നല്ല തഴാമിന് നല്ല സിഹത്ത്. തഴാമും സിഹത്തും തമ്മിൽ നല്ല ബന്ധം. നോക്കിയേ, തഴാമും സിഹത്തും. എന്താ തഴാമ്? ഭക്ഷണം. സിഹത്ത് എന്താ? ഹെൽത്ത്, ആരോഗ്യം. അപ്പൊ നമ്മുടെ ഫുഡും നമ്മുടെ ഹെൽത്തും തമ്മിൽ നല്ല ബന്ധമാണ്. അതിൽ പല മര്യാദകളുണ്ട്. നമ്മൾ കൂടെയുള്ളവരോട് കാണിക്കേണ്ട മര്യാദ ഒന്ന്. മറ്റൊരു മര്യാദ എന്താ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയുള്ള ഭക്ഷണമായിരിക്കണം, അതും ഭക്ഷണത്തിന്റെ മര്യാദയാണ്. നമുക്ക് പഠിക്കണ്ടേ? ഭക്ഷണം എന്ന് പറയുമ്പോൾ, തഴാമ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഗതിയല്ലേ? അല്ലേ? ഭക്ഷണം ഇഷ്ടമില്ലാത്ത ആളുണ്ടോ? അലാ തുഹിബ്ബൂന തഅം, അലാ തുഹിബ്ബൂന തഅം. തഅം ഇഷ്ടമല്ലേ? നഅം പറഞ്ഞേ. നഅം. അതെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇനിയും ചോദ്യങ്ങൾ ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടമാണെങ്കിൽ, അതുകൊണ്ട് ഇഷ്ടമല്ല എന്ന് പറയണ്ട. അലാ തുഹിബ്ബൂന തഅം, അലാ തുഹിബ്ബൂന ആദാബ തഅം.
അലാ അദബുൻ ജംഉ ആദാബ്, മര്യാദകൾ. അലാ തുഹിബ്ബൂന ആദാബ് തഅം, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നല്ല ചിത്രം കൂടി പരിചയപ്പെടാം. ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോ ഫത്തൂറിന്റെ സമയമാണ്. ഫത്തൂർ, അൽ ഫത്തൂർ ജാഹിസ്. നോക്കൂ, എന്താ വായിക്ക? അൽ ഫത്തൂർ ജാഹിസ്. ഫത്തൂർ റെഡിയാണ്. നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും തഴാം ഇഷ്ടമാണ്, ഇല്ലേ? തഴാം ഇഷ്ടമാണെങ്കിൽ തഴാമിന്റെ ഒരു സീനാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് വേണം? ആ സൂറ നന്നായി നോക്കിയതിന് ശേഷം അപ്പൊ തന്നെ നിങ്ങൾക്ക് നല്ല ഇഷ്ടാവും. അതിന്റെ താഴെ വായിക്കാനൊക്കെ നിങ്ങൾക്ക് എന്താണ് അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളെ പോലുള്ള ഒരു വലതുണ്ട്. മസ്മുഹു, എന്താ വലതിന്റെ പേര്? നിങ്ങളെ പേരല്ല പറയേണ്ടത്, ആ വലതിന്റെ പേര് പറയണം. അപ്പൊ അതിന് നിങ്ങൾ പുസ്തകത്തിലേക്ക് നോക്കണം. അതിനാരെയും സഹായം വേണ്ട, നിങ്ങൾക്ക് തന്നെ നോക്കാം, നിങ്ങൾക്ക് തന്നെ പേര് കണ്ടുപിടിക്കാം. എന്താ പേര്? പറഞ്ഞു, ജാബിർ. വെരി ഗുഡ്, നല്ല പേരാണല്ലോ അല്ലെ? ജാബിർ സഹാബികളുടെ പേരാ, ജാബിർ. അപ്പൊ ജാബിർ അവിടെ ഉണ്ട്, അല്ലെ? ജാബിർ എവിടെയാണ് ഉള്ളത്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ. എന്നിട്ട് ജാബിർ ഉമ്മാനെ വിളിക്കുന്നൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊന്ന് നല്ലതുപോലെ മക്കൾ നോക്കി മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ നമ്മളിപ്പോ ശരിയാക്കി. എന്ത്? നമ്മൾ ആദ്യത്തെ ആ ചിത്രം നോക്കിയിട്ട് നമ്മള് ഔലാദ് അത്ഫാൽ ഹൗലൽ ത്വാവില ഹൗലൽ മാഇദ വാഹിദും മിൻഹും യബ്കി ത്വഫലുൻ യബ്കി വൽആഖറൂന യഅകുലൂന വയശ്റബൂൻ. മറ്റുള്ളവർ അടിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത്. വാഹിദുൻ യബ്കി, ഒരുത്തൻ അവിടുന്ന് കരയുന്നു. അത് പറ്റുമോ? ഇല്ല. അത് സൂഉൽ അദബ്. എന്താണിത്? വഹുവ സൂഉൽ അദബ്. അത് മര്യാദ കേടാണ്, ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാ മറ്റുള്ളവർ ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അങ്ങനെ ചെയ്യൂല. നമ്മൾ ചെയ്യുമ്പം അതിന് ചില മര്യാദകളൊക്കെ ഉണ്ട്, ഇല്ലേ? കൂട്ടമായിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ജാബിറിന്റെ സംഭവം നന്നായി ഇഷ്ടപ്പെടും. ജലസ ജാബിർ അമാമൽ മാഇദ, അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് വായിച്ചു നോക്കണം. വായിക്കൂലേ? വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരൂലേ? കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഭക്ഷണത്തിൻ്റെതായതുകൊണ്ട് നിങ്ങൾക്ക് വേഗം മനസ്സിലാവൂലേ? അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് നന്നായി വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരണം. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലാണ് വിശദമാക്കി തരിക. മഷ്കൂർ, ജസാക്കുമുല്ലാഹ് ഖൈർ.